പ്രൈസ് ദ ലോർഡ്. എൻ്റെ പ്രിയരെല്ലാം സുഖമായിരിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളും കർത്താവിൻ്റെ കൃപയാൽ സന്തോഷമായിരിക്കുന്നു, സമാധാനമായിട്ടിരിക്കുന്നു. നിങ്ങളുടെ സ്നേഹത്തിനും പ്രാർത്ഥനയ്ക്കും ഒരുപാട് നന്ദി. എന്നെ വിളിക്കുകയും അന്വേഷിക്കുകയും കാണുവാനായിട്ട് ഭവനത്തിൽ വരികയും ഒക്കെ ചെയ്ത എല്ലാ പ്രിയരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ ഞാൻ ഒത്തിരി സ്നേഹിക്കുന്നു. ഓരോ ദിവസവും നിങ്ങളോടുള്ള എൻ്റെ സ്നേഹവും ആത്മാർത്ഥതയും ബഹുമാനവും ഒക്കെ വർദ്ധിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ഇതിലും അധികം സ്നേഹിക്കാം. അവിടുത്തെ വരവിനായിട്ട് ഒരുങ്ങാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ. അതായത്, ഐ ലവ് യു എന്ന് പറയാനാണോ ഐ എം സോറി എന്ന് പറയാനാണോ എളുപ്പം? നമ്മളുടെ ജീവിത അനുഭവത്തോട് ഒന്ന് ബന്ധപ്പെട്ട് നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചേ. ഐ ലവ് യു എന്നോ ഐ എം സോറി, ഇതിലേത് പറയാനാ ഈസി? ഐ ലവ് യു പറയാനല്ലേ എളുപ്പം. ഐ എം സോറി പറയാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ? അതിന് കുറച്ച് വിധേയത്വവും താഴ്മയും ഒക്കെ വേണം. മാത്രമല്ല, അവിടെ മാനുഷികമായി നമ്മുടെ അകത്ത് വരുന്നൊരു ചിന്തയുണ്ട്, ഞാൻ സോറി പറഞ്ഞാൽ ഞാൻ അവിടെ പരാജയപ്പെടുകയാണോ എന്നൊക്കെ നമ്മുടെ അകത്ത് ചിന്ത വരാം. പക്ഷെ ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ക്ഷമ പറയുമ്പോഴോ ക്ഷമ ചോദിക്കുമ്പോഴോ അല്ലെങ്കിൽ ചിലത് ക്ഷമിക്കുമ്പോഴോ അവിടെ നാം പരാജയപ്പെടുകയല്ല, പകരം ജയിക്കുകയാണ് ചെയ്യുന്നത്. വേറൊരു കാര്യമുണ്ട്, ഞാൻ പറയാതെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം. ക്ഷമിക്കുവാൻ കഴിയാത്ത മനോഭാവം അല്ലെങ്കിൽ മറ്റുള്ളവര് നാം മൂലം വേദനിച്ചിരിക്കുന്ന ആ സിറ്റുവേഷൻസ്, ഇത് നമ്മളിൽ ഒത്തിരി ഭാരമുണ്ടാക്കുകയും നാം പോലും അറിയാതെ നമ്മെ രോഗിയാക്കുകയും ചെയ്യുന്നതാ. ആയതുകൊണ്ട് ഇന്ന് ഹോളി സ്പിരിറ്റിൽ ആശ്രയിച്ച് ഞാൻ എൻ്റെ റോസ് ഓഫ് ഷാരൻ കുടുംബാംഗങ്ങളെ ഒന്ന് ഓർപ്പിക്കട്ടെ. നമ്മളുടെ സകല ബന്ധങ്ങളിലും, കുടുംബജീവിതത്തിൽ, ഹസ്ബൻഡ് വൈഫ് റിലേഷൻ, കുഞ്ഞുങ്ങൾ പാരൻസ് റിലേഷൻ, നമ്മളുടെ ചർച്ചിലുള്ള നമ്മളുടെ സഹവിശ്വാസികളുമായിട്ടുള്ള ബന്ധം, ശുശ്രൂഷകരുമായിട്ടുള്ള ബന്ധം, ഓഫീസിൽ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർ, നമ്മുടെ ബോസ്, ഇവരുമായിട്ടൊക്കെയുള്ള റിലേഷനിൽ നമുക്ക് മനഃപൂർവമായി നമ്മളെ ജീവിതത്തിൽ വന്ന തെറ്റുകൾക്ക് പോയി ക്ഷമ പറയുവാൻ സാധിക്കുന്നുവെങ്കിൽ, അല്ല, നാം മുറിഞ്ഞിരിക്കുന്ന സാഹചര്യങ്ങളിൽ മനഃപൂർവമായി മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ കഴിയുന്നുവെങ്കിൽ നാം ഒരു ജയമാ. എൻ്റെ കൂടെ ഒന്ന് ഒരുമിച്ച് പറഞ്ഞേ, ഞാനൊരു ജയമാ. ഞാൻ ക്ഷമ പറയും, ഞാൻ മനഃപൂർവ്വം ക്ഷമിക്കും, ആയതുകൊണ്ട് ഞാനൊരു ജയമാ. എന്ന് പറഞ്ഞേ, ഞാനൊരു ജയമാ. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ഏറ്റവും വലിയ മാതൃക യേശു കർത്താവാ. യേശുവിനെ നാം സ്നേഹിക്കുന്നത്. യേശു ക്ഷമിച്ചതുപോലെ നമുക്ക് ക്ഷമിക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ ബന്ധങ്ങളൊക്കെ എത്ര അനുഗ്രഹിക്കപ്പെടും. മാത്രമല്ല, ഐ ലവ് യു എന്ന് പറയുന്നതിലും ഒത്തിരി നല്ലത് ഐ എം സോറി, ഞാൻ മൂലം നീ മുറിഞ്ഞോ, എൻ്റെ വാക്ക് നിന്നെ വേദനിപ്പിച്ചോ, എന്നോട് ക്ഷമിക്കണം കേട്ടോ, അതങ്ങ് വിട്ട് കളഞ്ഞേക്ക് എന്ന് പറഞ്ഞ് ഒന്ന് ചേർത്ത് പിടിക്കുന്നതല്ലേ. ഞാൻ എൻ്റെ പ്രിയരെ ഓർപ്പിക്കട്ടെ, ഇന്ന് ഫെബി ബൈബിളിൽ നിന്ന് വാക്യമൊന്നും വായിച്ചില്ലല്ലോ എന്നൊന്നും ഓർത്ത് ഭാരപ്പെടണ്ട. ഇന്ന് ബൈബിളിൽ നിന്ന് വാക്യമൊന്നും പറഞ്ഞില്ലല്ലോ എന്നോർത്തൊന്നും ദുഃഖിക്കണ്ട. ഹോളി സ്പിരിറ്റ് എൻ്റെ അകത്തിട്ടൊരു ചിന്തയാ. ആരോടെങ്കിലും ക്ഷമിക്കണമെങ്കിൽ അങ്ങ് ക്ഷമിച്ചേക്കാൻ. ആരോടെങ്കിലും ക്ഷമ ചോദിക്കുവാനുണ്ടെങ്കിൽ, നിങ്ങൾ പറഞ്ഞ വാക്കുകൊണ്ട് ആരെങ്കിലും മുറിഞ്ഞിരിക്കുന്നെങ്കിൽ, നിങ്ങളുടെ ഒരു നോട്ടം ആരെയെങ്കിലും വേദനിപ്പിച്ചെങ്കിൽ ഒന്ന് ഓടിച്ചെന്ന് അതങ്ങ് വിട്ടുകള, എന്നോട് ക്ഷമിക്ക എന്നൊന്ന് പറഞ്ഞ് ആ വ്യക്തിയെ ഒന്ന് ചേർത്ത് പിടിച്ചേ. ഒരു വലിയ സൗഖ്യം ഇന്ന് ബന്ധങ്ങളിലുണ്ടാകും. പ്രത്യേകിച്ച് വിള്ളൽ വന്ന, തകർന്നിരിക്കുന്ന ചില റിലേഷൻസ്, നിങ്ങൾ പറയുന്ന ആ ഒറ്റ വാക്ക് ഐ എം സോറി എന്ന വാക്കിലൂടെ ഇന്ന് റിസ്റ്റോർ ആകും. അതിന് സംശയമില്ല. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ ഉള്ളിൽ തന്ന ഈ ചിന്തയ്ക്കായി നന്ദി. ഹല്ലേലൂയ. ഇത് വലിയ കാര്യമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. വലിയ ചില സൗഖ്യങ്ങൾക്ക്, വലിയ ചില വിടുതലുകൾക്ക്, ചില റീസ്റ്റോറേഷൻസിന് ഈ മെസ്സേജ് കാരണമാകട്ടെ.
എൻ്റെ ഒപ്പം പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയരെ എല്ലാം ഞാൻ ബ്ലസ് ചെയ്യുന്നു. അവരുടെ ബന്ധങ്ങളെയെല്ലാം ഞാൻ അനുഗ്രഹിക്കുന്നപ്പാ. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. മഹത്വ അപ്പായിക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയരെ, ഐ ലവ് യു എന്ന് പറയണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ. ഐ ലവ് യു പറയണം. നിങ്ങൾ സ്നേഹിക്കുന്നവരോട് നിശ്ചയമായും പറയണം. പക്ഷേ ഐ എം സോറി പറയാൻ മറക്കണ്ട. ബ്ലെസ് യു.